എന്താ അമ്മാവായി കാണിച്ചത്? മാരേജ് കഴിയുന്നവരെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞതല്ലടാ. എന്താ അതല്ലെന്ന്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എന്താടാ ഇതിനകത്ത്? ഈ പാതിരാത്രിയിൽ ഇവിടെ എന്താ? ഈ ലൈറ്റിംഗ് ഒക്കെ എന്തിനാ? ഈ കസേര എന്തിനാ? ദേവി, ഇത് ബഹളം ഉണ്ടാക്കരുത്. ഇത് കസേരയല്ല, ഡ്രീം മെഷീൻ. വാഷിംഗ് മെഷീൻ കേട്ടിട്ടുണ്ട്, ടൈം മെഷീൻ കേട്ടിട്ടുണ്ട്. ഈ ഡ്രീം മെഷീൻ എന്താ? അതായത് സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ ഡ്രീം മെഷീൻ. അത് വേറൊന്നുമല്ല ചേട്ടാ. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു വില്ലൻ ഉണ്ടാവും. അയാൾ സ്ഥിരമായി ടോർച്ചർ ചെയ്യും. നമുക്ക് എതിർത്തൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ നമുക്ക് സപ്രഷൻ കൂടി ഡിപ്രഷൻ ഉണ്ടാവും. അതുകൂടെ നമുക്ക് ടെൻഷൻ കൂടി ഹാർട്ടിൽ ഇറിറ്റേഷൻ ഉണ്ടായി ബോഡിയിൽ വൈബ്രേഷൻ വന്ന് ഹാർട്ട് ബ്ലോക്ക് ആയി മൈൻഡ് സ്ട്രൈക്ക് ആയി നമുക്ക് സ്ട്രോക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്യാൻ? ബോഡി ശ്മശാനത്തിൽ കൊണ്ട് ഞങ്ങൾക്ക് കത്തിച്ചളയും. അങ്ങനെ മരണം അധികമായപ്പോ പ്രതിവിധിയായി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഈ ഡ്രീം മെഷീൻ. ഇന്റർനാഷണൽ ലെവലിൽ പ്രൊമോട്ട് ചെയ്യാൻ ഇതിന്റെ പേരിൽ ഒരു സിനിമ വരെ പിടിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ ഡബ് ചെയ്തതിന്റെ പേരെന്താണ്? ആ ഐഡിയ ചൈനക്കാർ കോപ്പി അടിച്ച് ഈ മിഷൻ ഉണ്ടാക്കി. ഇവിടത്തെ കല്യാണത്തിന്റെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഈ മിഷൻ ഞങ്ങൾക്ക് തന്നു. ഇതുകൊണ്ട് റിയൽ ലൈഫിൽ നമ്മളെ ഉപദ്രവിച്ച പെട്ടത്തലയന്മാരോട് പകരം വീട്ടി മാനസികാനന്ദം നേടുക. അങ്ങനെ ബോഡി ഫിറ്റായി ലൈഫ് സേവ് ചെയ്യുക. എങ്ങനെയുണ്ട്? സംഗതി കൊള്ളാലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കിവിടെ മെഷീനിൽ കയറി ഡ്രീം പള്ളി പോവാം. ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് എന്താ? എല്ലാവർക്കും ഒരു ദിവസം വരെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്റെ അളിയൻ തരുന്ന ടോർച്ചറിങ് കാരണം എനിക്ക് ബ്രെയിൻ സ്ട്രോക്ക് ഉറപ്പാ. അയ്യോ, എന്ത് കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് എന്നെ കൂടെ നിങ്ങളുടെ ക്ലബിൽ ചേർക്കണം പ്ലീസ്. സർ, എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? നിങ്ങൾ കാണുന്ന സ്വപ്നത്തില് റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സും വരും. നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത്. പറഞ്ഞ സ്വപ്നത്തിൽ നിങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ക്ലബ് മെമ്പേഴ്സിനോട് മാത്രം പറയണം. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കേട്ടോ. സ്വപ്നത്തിൽ നിന്ന് 10 മിനിറ്റിൽ പുറത്തു വരണമെങ്കിൽ റിയൽ ലൈഫിൽ 10 ദിവസം വേണ്ടി വരും. ഡ്രീം ഒന്ന് തിരിച്ചു വരണമെങ്കിൽ അതിന് വേറൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് കണ്ണടച്ചാൽ മതി. കഥ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളൊരു കലക്ക് ഹീറോ ആവാൻ പോവാ. ഓൾ ദി ബെസ്റ്റ്, സേഫ് ജേർണി. ക്ലോസ് യുവർ ഐസ്, കോൺസെൻട്രേറ്റ്, റിലാക്സ്. എന്താ ഇത്? ഇങ്ങനെ ഉറങ്ങിയാൽ അങ്ങനെ? എത്ര വിളിച്ചാലും ഉണരില്ല. മൂക്കറ്റം കുടിച്ചു വന്ന് കിടക്കല്ലേ, ബോധമില്ലാതെ. മറ്റുള്ളവര് മിസ്റ്റർ പത്മനാഭസിംഹ, സ്വാഗതം, സുസ്വാഗതം. നിങ്ങൾ ചൗധരി, ജസ്റ്റിസ് ചൗധരി. രാം, നീയാ? ശരിക്കും ആക്ടർ NTR പോലെ ഉണ്ട്. അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? എത്ര വേഷങ്ങൾ ഞാൻ കെട്ടിയിരിക്കുന്നു. മുൻപ്, അതിനും മുൻപ്, അവിടുന്നും മുൻപ് എത്ര വേഷങ്ങൾ. അത് ശരി. ഇതൊക്കെ എന്തോന്ന്? ഡ്രീം, കിനാവ്. നീ ഇപ്പൊ സ്വപ്ന ലോകത്താണ്. നിന്റെ സ്വപ്ന ലോകത്തേക്കാണ് നമ്മളെല്ലാം ഇപ്പോൾ പ്രയാണം ചെയ്യുന്നത്. അതെങ്ങനെയാ? നിങ്ങൾ സ്വപ്നമാണെന്ന് പറയുന്നു, അതിനിടയ്ക്ക് അളിയൻ ഡോബർമാനെ പോലെ ഓരിയിടുന്നു. എടാ വിവരമില്ലാത്തവരെ, നീ എന്തിനാണ് സ്വപ്ന ലോകത്തേക്ക് പോകുന്നത്? അങ്ങനെ റിയൽ ലൈഫിൽ ഇയാള് വില്ലനോട് പക വീട്ടാൻ പോകുന്നു. ആ വില്ലൻ ആരാണ്? വേറെ ആരുമല്ല, ഇങ്ങേരുടെ അളിയൻ ജയകൃഷ്ണ. അവനെ വിളിക്കാം. നീ അവനെ എന്ത് ചെയ്യും? അതെനിക്ക് മനസ്സിലായി. പ്രതികാരം ചെയ്യണം എനിക്ക്. അതെന്റെ ആശയം, ഡ്രീം പ്രോജക്ട്. എന്തിനമാന്തിക്കുന്നു? പ്രോസീഡ്. വിജയ് പത്മനാഭസിംഹ. വരുന്നതായാൻ അവന്റെ ഒടുക്കത്തെ ഒരു ഡിസിപ്ലിൻ. പത്മനാഭസിംഹ, പരേഡ് സമയത്ത് താൻ എവിടെ പോയി കിടക്കുമായിരുന്നു? സമയം എന്തായി? ആരാണോ ചോദിക്കുന്നേ? താൻ വാച്ചിലേക്ക് നോക്ക്. എന്നോട് ചോദിക്കുന്നേ? പത്മനാഭസിംഹ. ജയസിംഹ. ഏയ്! ഏയ്! ഏയ്!
ഇന്ന് നിന്റെ ലാംഗ്വേജ് എന്താ, ബോഡി ലാംഗ്വേജ് എന്താ? മാറി, എല്ലാം മാറിപ്പോയി. വിശപ്പ് വരുമ്പോ അടുക്കളയിൽ പോകും ഞാൻ, ദാഹം വരുമ്പോ മാറിപ്പോയി കുടിച്ചെന്നിരിക്കും. ഷോ ഈ വീട്ടിലേക്ക് നല്ല ഫുഡ് കിട്ടിയിട്ടുണ്ടോ, വെള്ളം കിട്ടിയിട്ടുണ്ടോ, ശരിക്കും കണ്ണടച്ചൊന്ന് ഉറങ്ങാൻ അനുഭവിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണ് കത്തി ജ്വലിക്കുകയാണ്. അതിനെ തടയാൻ ശ്രമിച്ചാൽ ഭസ്മമായി പോവും. ജയസിംഹ, നീ ദാദായിട്ട് വന്നോ, റൗഡിയായിട്ട് വന്നോ, ഗുണ്ടായിട്ട് വന്നോ, ഗ്രൂപ്പായിട്ട് വന്നോ, ഒരുത്തരെ മാത്രമല്ല ഫാമിലി മൊത്തം തകർക്കും. ഈ പത്മനാഭനോട് എതിർത്താൽ പരിപ്പുടച്ചുളായി ഞാൻ. എന്തൊരു വർത്താന, മര്യാദയ്ക്ക് സംസാരിച്ചു. എടാ, എന്റെ അനിയത്തിയെ തല്ലിയോ നീ? ഇനിയും തല്ലുകൊള്ളാൻ വേണ്ടി വന്നോ? കടമ്പൊക്കെ കൊണ്ട് കലവടയ്ക്കാമോ? സ്വപ്നത്തിൽ എനിക്ക് റിവെഞ്ച് കിട്ടണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സിൽ എന്ത് കിക്കാ ഉണ്ടാവുക? പെഗിരിപ്പുണ്ടോ? വാ നോക്കാം. പകൽ എങ്ങനെയാ കുടിക്കുന്നത്? ഓ, അതിന് പകലെന്ന രാത്രി ഉണ്ടോ? ഇല്ലല്ലേ? അവനെന്താ പറ്റിയ? ഭ്രാന്ത് പിടിച്ച പോലെ. എനിക്കെന്തോ പേടിയാവുന്നു. സർ, ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഇത്രയൊക്കെ അവങ്ങടുന്ന് വരട്ടിയിട്ട് നീ ഭയപ്പെടാനില്ലെന്ന് പറഞ്ഞ ഇതുപോലെ പ്രോബ്ലം ഉള്ള പേഷ്യൻസിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. ഇത് ഡൊമിനേഷൻ കൊണ്ടുള്ള സപ്രഷൻ മൂലമുണ്ടായ ഡിപ്രഷൻ കാരണം സംഭവിച്ച കൊമേഴ്ഷ്യൽ റിലേറ്റഡ് റെവല്യൂഷൻ. ഒരാഴ്ച സമയത്തേക്ക് അവരെ വെറുതെ വിട്ടാൽ ഇത് നോർമൽ ആയിക്കോളും സർ. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും വിടില്ല സർ. പിച്ച് ചീന്തി കളയും എല്ലാവരെയും. അല്ല, അവനിങ്ങനെ ആയിത്തീരാൻ കാരണം എന്താണെന്ന്? ഡൊമിനേഷൻ സർ. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഡൊമിനേഷൻ ആണ് ഈ പ്രോബ്ലത്തിന് കാരണം. അത് നേരായിട്ടാ. ഏട്ടന്റെ ഈ ഡോമിനേഷൻ കൊണ്ട് എനിക്ക് ചില സപ്രഷൻ അതെ, ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടി ഡിപ്രഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ ഏട്ടാ, എനിക്കും കൂടി കുറച്ച് കൊമേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ റെവല്യൂഷൻ ഫീലിങ്സ് എനിക്കും തോന്നിയിട്ടുണ്ട്. അതെ ഡാഡി, പ്രഷർ കൊടുത്ത ബാലൻസ് ചെയ്തിട്ട് കൺട്രോൾ മിണ്ടായി, നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറയാതെ. എന്റെ ഡിസിപ്ലിൻ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്നു മുതൽ ജാനകിയുടെ കല്യാണം കഴിയുന്നവരെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തോളാം. വേണമെങ്കിൽ ഒരു മീറ്റിംഗ് കൂടി കോംപ്രമൈസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. രാമരാജ, ഈ മാരേജ് കഴിയുന്നവരെ നീ തന്നെ അവനെ കൺട്രോൾ ചെയ്തോളണേ. അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ മാനേജ് ചെയ്തോളാം. താങ്ക് യു രാമ. എന്റെ ചേട്ടാ, കലക്കിയിലെ എന്ത് ഡയലോഗ് ആയിരുന്നു. നിങ്ങളുടെ ഡയലോഗ് കേട്ടാലും പാന്റിൽ മൂത്രം വെച്ചു അല്ലേടാ? അതിരിക്കട്ടെ അനിയാ, അളിയനീ സ്വപ്നത്തിലുള്ളവരൊക്കെ ഓർമ്മയുണ്ടായാൽ എന്നെ ശരിപ്പെടുത്തി കളയും. നിങ്ങൾ എന്ത് വർത്താനോ പറയുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ചേട്ടന്റെ സ്വപ്നം അയാൾ ഓർക്കുന്നത് എങ്ങനെയാ? കൊച്ചനല്ലേ, കൺഫ്യൂഷൻ ആയി കാണും. അനിയ, നീ വന്നോണ്ട് എന്റെ പേഴ്സണൽ ലൈഫ് ഹാപ്പി ആയി, മനസ്സിലായോ? പ്രൊഫഷണൽ ലൈഫിൽ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്നോ അത് പറഞ്ഞാലും തീരില്ല. വീട്ടിലാണെങ്കിൽ അളിയന്റെ ഡോമിനേഷൻ, ഓഫീസിലാണെങ്കിൽ ആദ്യയുടെ ഡോമിനേഷൻ. അതെ, നിങ്ങളുടെ പുന്നാര അളിയൻ ആദ്യം ഫാമിലിയും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. റാം, അയാൾ എങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഇത് എന്റെ ഡ്രീം അല്ലേ? അയ്യോ, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല ചേട്ടാ. വരാൻ പോകുന്നത് പത്മനാഭസിംഹയാ. ഈ കഥാപാത്രങ്ങളെല്ലാം രംഗത്ത് കൊണ്ടുവരുന്നത് അയാളുടെ ചിന്തയിൽ അത് മനസ്സിലായി റാം. എന്റെ ആളിയനെ വരട്ടിയ പോലെ ആ ആദ്യ കൂടെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എനിക്ക് വരട്ടണം. നമ്പർ 1 ആവാൻ പോകുന്നത് പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, പ്രൊഫഷണലായി, സൈക്കോളജിക്കലായി, സോഷ്യലായി, മൈത്തോളജിക്കലായി എല്ലാത്തിലും നിങ്ങളാ ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ ബാദ്ഷാ ആയിരിക്കും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. Yes, I am Badshah. Badshah decide ചെയ്താൽ വാർ ഔട്ട് സൈഡ് ആവും. ഇത് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, സ്റ്റാർ ഹോട്ടലിലെ ഡിന്നറാ. ഇതുവരെ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. വിസ്കി കുടിച്ച ഫുൾ ബോട്ടിൽ, ബ്രാൻഡി അടിച്ച ബോട്ടിൽ, റമ്മുണെങ്കിൽ കോട്ടർ മതി. പത്മനാഭസിംഹ, ഏത് പത്മനാഭൻ? എന്താടാ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇതാരാ ഈ കക്ഷി? ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒന്നുമല്ല, ഈ മാരേജ് കഴിയുന്നവരെ ഫ്രീ ആയിട്ട് പെരുമാറിക്കോളാൻ ഞാൻ പെർമിഷൻ കൊടുത്തു. നിന്റെ പെർമിഷൻ ആർക്കോടാ? മങ്കി, ഡോങ്കി, മരപ്പട്ടി, ദിസ് ഈസ് മൈ ലൈഫ്, മൈ പ്ലഷർ, മൈ ഡ്രീം, മൈ കിക്ക്. ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് ഫസ്റ്റ് ടൈം? 24 വർഷമായിട്ട് ഡേ ആൻഡ് നൈറ്റ് കുടിച്ചോണ്ടിരിക്കുന്നവരാണ് ഞാൻ. ഇവിടെ ആർക്കെങ്കിലും വേണോ? ഒഴിക്കട്ടെ ഓരോ വെക്ക്. ഈ മരത്തിലെന്നെ പേടിച്ച് വേണ്ടെന്ന് പറയരുത്. രാമരാജൻ, എന്തോന്ന് രാമരാജൻ? അവൻ വന്നിട്ട് എന്നെ ഒന്ന് വിളിത്താനാ. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ. ശരി സാർ. നിനക്ക് ഒഴിക്കുന്ന ഒരു എന്താ ചേട്ടാ ഈ കാണിക്കുന്നേ? ഒന്ന് എഴുന്നേറ്റ് വരൂ, കുറച്ച് കാര്യം പറയാനുണ്ട്. എന്റെ ഫീലിംഗ് ഇല്ലടാ. എനിക്ക് വേണ്ടി വാ ചേട്ടാ. നിനക്ക് വേണ്ടി വരും ഞാൻ. ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതി, സാധുഭായിയുടെ ആളുകൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏത് നിമിഷവും അവർ ആക്റ്റീവ് ആകാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അവരെന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ബാദുഷയായിരിക്കും. ബാദ്ഷാ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. വാട്ട്? യെസ്, ബാദ്ഷാ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഇതാണ് ബാദ്ഷാ. Yes, I am Badshah. Badshah decide ചെയ്താൽ വാർ ഔട്ട് സൈഡ് ആവും.
പൊടി പോലെ പീസ് ആയിക്കളെ. സോറി ആദി, ആ ഭ്രാന്തം പറഞ്ഞൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഇനി മുതൽ നിന്റെ ഫോക്കസ് മുഴുവൻ സാധുഭായുടെ മേലായിരിക്കും. ഷോ സർ, ഇന്നു മുതൽ എന്റെ ടീമിന്റെ ജോലി അതായിരിക്കും. നിന്റെ ഒരു ധോണി നിന്റെ ടീമും